വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ കക്ഷികളാണെന്ന് ഇപ്പോൾ പറയുന്ന CPM 2006 പിണറായിയുടെ ദേശാഭിമാനി ലേഖനം വായിച്ചാൽ മതിയെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. 1996 മുതൽ ഇടതുപക്ഷത്തിനാണ് ജമാഅത്ത് വോട്ട് ചെയ്തത്. ബാബറി മസ്ജിദ് തകർച്ചയെ തുടർന്ന് കോൺഗ്രസ് സർക്കാർ RSSനെയും ജമാഅത്തെ ഇസ്ലാമിയും നിരോധിച്ചതാണ് അതിൻ്റെ കാരണം. ആ പേരിൽ 96 മുതൽ 2016 വരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ LDFിൻ്റെ കൂടെ നിന്നു. 2019 മുതലാണ് അവർ UDFിനെ പിന്തുണയ്ക്കുന്നത്. കെ മുരളീധരൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയല്ല, വെൽഫെയർ പാർട്ടിയാണ് UDFിനെ പിന്തുണയ്ക്കുന്നത്. 2019 മുതലാണ് അവർ UDFിനെ പിന്തുണയ്ക്കുന്നത്. 1987 തെരഞ്ഞെടുപ്പ് മുതൽ ജമാഅത്തെ ഇസ്ലാമി വോട്ടിങ്ങിൽ ഇടപെടുന്നുണ്ട്. അന്ന് മൂല്യം നോക്കി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തു. കോഴിക്കോട് വീരേന്ദ്രകുമാറിനായിരുന്നു അന്ന് വോട്ട് ചെയ്തിരുന്നത്. 96 മുതൽ ഇടതുപക്ഷത്തിനാണ് ജമാഅത്ത് വോട്ട് ചെയ്തത്. വെൽഫെയർ പാർട്ടിയെ രൂപവൽക്കരണ ശേഷവും ഇടതുമായുള്ള ബന്ധം തുടർന്നു. എന്നാൽ 2019 കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ അവർ അഖിലേന്ത്യാ തലത്തിൽ തീരുമാനമെടുത്തു. അതിൻ്റെ ഭാഗമായി അവർ കേരളത്തിൽ ആ തെരഞ്ഞെടുപ്പിലും 2024 കോൺഗ്രസിനെ പിന്തുണച്ചു. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തവണയും ഞങ്ങളെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. നിയമസഭയിൽ ചില സ്ഥലത്തൊക്കെ അവർ മത്സരിച്ചിരുന്നു. 2019 വരെ അവർ ഞങ്ങളെ സഹായിച്ചിട്ടില്ല. 2019 പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴൊന്നും ബഹളമുണ്ടാക്കാതിരുന്നവർ ഇപ്പോൾ എന്താ ഒരു ഭൂകമ്പം നടന്നതുപോലെ വിവാദമുണ്ടാക്കുന്നത് എന്നത് രസകരമാണ്. അങ്ങനെ കത്തുന്ന ഒരു കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഷൂ എന്നങ്ങ് പോകും. മാദിനിയെ അകാരണമായി ജയിലിലടച്ചപ്പോൾ അദ്ദേഹത്തിനു വേണ്ടി നിയമസഭയിൽ എല്ലാ പാർട്ടികളും ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കിയിരുന്നു. കെ മുരളീധരൻ പറഞ്ഞു. നിലമ്പൂരിൽ CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. BJP ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. BJP സ്ക്വാഡ് വർക്കും നടക്കുന്നില്ല. UDFിന് വോട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം പ്രചരണം നടത്തുന്നത് വഴി LDFിനെ സഹായിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഹിന്ദു മഹാസഭ മാത്രമല്ല, RSS തന്നെ പിണറായിക്കൊപ്പമാണെന്നും മുരളീധരൻ പറഞ്ഞു.